ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ രാവിലെ ഞാൻ എണീറ്റ് നോക്കിയപ്പോൾ ഒരാൾ എന്നെക്കാളും നേരത്തെ എണീറ്റിട്ട് അവിടെ കളികൾ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ ദിവസവും കരഞ്ഞിട്ടാണ് എണീക്കുക. ഇന്ന് എന്താണ് അവൾ നല്ല മൂഡിൽ എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ രാവിലെ എന്നെ നോക്കി ഭയങ്കര ചിരി. അപ്പോൾ ഞാൻ വെച്ചു എന്താണ് അപ്പോൾ പതിവ് തെറ്റിച്ച് ഇന്ന് ഭയങ്കര ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും അതൊന്ന് വീഡിയോ എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ രാവിലെ എണീറ്റ് വരുന്ന കോലമാണിത്. ഡെലിവറി കഴിഞ്ഞാൽ എല്ലാ അമ്മമാരും ഏകദേശം ഇങ്ങനെ തന്നെയാവും. അല്ലാതെ ലിപ്സ്റ്റിക്കും കണ്ണെഴുതി മുടിയൊക്കെ സ്ട്രൈറ്റ് ചെയ്ത് വരാൻ നമ്മൾ സിനിമയിലെ ആൾക്കാരൊന്നുമല്ലല്ലോ. സിനിമയിലൊക്കെ തന്നെയാണ് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. അതുപോലെ സീരിയലിലും രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ പട്ടിച്ചാരി കൊടുത്ത് നല്ല രീതിയിൽ അണിഞ്ഞൊരുങ്ങി വെക്കുക. നമ്മളൊക്കെ രാവിലെ എണീറ്റ് വന്ന ഏകദേശം ഈ കൊല്ലം തന്നെയായിരിക്കും. നിങ്ങളും ഏകദേശം ഇങ്ങനെ തന്നെയാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ല, രാവിലെ തന്നെ മേക്കപ്പ് ഇട്ട് എണീറ്റ് വരുന്നവരുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ നമ്മൾ രാവിലെ എണീറ്റ് ബ്രഷൊക്കെ ചെയ്ത് കോഫിയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എനിക്ക് രാവിലെ എന്തെങ്കിലും ഒരു ചായ അല്ലെങ്കിൽ കോഫി എന്തായാലും കുഴപ്പമില്ല, അതിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിക്കാൻ വേണം. അതൊക്കെ കഴിച്ച് നമ്മൾ ഇന്ന് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ആലോചിച്ച് എപ്പോൾ പോകണം, എപ്പോൾ വരണം. കാരണം നമ്മുടെ ടൈമല്ലല്ലോ, ഉണ്ണീയുടെ ടൈമിങ് അനുസരിച്ച് എല്ലാം ചെയ്യണം. അപ്പോൾ അതിൻ്റെ കാര്യമൊക്കെ ആലോചിച്ച് അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ചായ കുടിക്കുന്നുണ്ട്, പേപ്പർ വായിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും പേപ്പർ വായിക്കാൻ എൻ്റെ അമ്മ രാവിലെയൊക്കെ എനിക്ക് പേപ്പർ വായിക്കുമെന്ന്. സത്യത്തിൽ പേപ്പർ വായിക്കേണ്ടതല്ല, അതിൻ്റെ ഉള്ളിൽ കുറച്ച് പടങ്ങളുണ്ട്, ഫോട്ടോസ്. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മറിച്ച് നോക്കുന്നത്. ചിലപ്പോൾ വല്ല ഹൈപ്പർ മാർക്കറ്റിനൊക്കെ ആഡുകൾ ഇട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ വിലയൊക്കെ നിൽക്കുമ്പോൾ അങ്ങനെ ഉദ്ദേശമൊന്നുമില്ല, വെറുതെ നോക്കാനായിട്ട്. അതേപോലെ ഇന്ന് ഫോട്ടോസ് മെയിനായിട്ട്, അതാണ് എൻ്റെ കാര്യം. അപ്പോൾ ഇന്ന് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനായിട്ട് വന്നേക്കാണ്. ആദ്യമായിട്ട് വന്നത്, ഇപ്പം ഞാൻ ഇരിക്കുന്ന സ്ഥലം നമ്മുടെ തൃശ്ശൂരുള്ള ഒരു ഹോട്ടലാണ്. ആ ഹോട്ടലിൽ എത്ര പേര് പോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. ആ ഹോട്ടലിൽ ഞാൻ ഡെലിവറി ആയിട്ട് കിടക്കുന്ന ആ ടൈമിൽ, അതായത് ഹോസ്പിറ്റലിൽ 5 ദിവസം കിടന്നിട്ടുണ്ടായിരുന്നു. ആ 5 ദിവസവും ഞാൻ ഇവിടെ നിന്നാണ് ഫുഡ് പാഴ്സൽ വാങ്ങിച്ചിട്ടാണ് കഴിച്ചിട്ടുള്ളത്, ഈ ഹോട്ടലിൽ നിന്ന്. അത്ര വലിയ ഹോട്ടലൊന്നുമല്ല, അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ആംബിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് തൃശ്ശൂരുള്ള നളന്ദ ഹോട്ടൽ എന്ന് പറയും. നിങ്ങൾ എത്ര പേര് പോയി കഴിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഹോസ്പിറ്റലിലായിരിക്കും ഇവിടെ നിന്ന് തന്നെയായിരുന്നു ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അവിടെ പോയിരുന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പോയിരുന്നാണ്. കുഞ്ഞൊരു വഴിയാണ് ഹോട്ടലിലോട്ട് കയറാനായിട്ടുള്ളത്. ഏതോ അധോലോകത്തിനുള്ളിൽ കയറുന്ന പോലത്തെ ഒരു വഴിയാണ്. അതിന് വഴി കയറിയിട്ട് മുകളിൽ സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പുകളൊക്കെ കയറി മുകളിലെത്തുമ്പോൾ ഒരു ടോക്കൺ തരും, പൈസ കൊടുത്ത്. 70 രൂപയാണ് ഊണിന്. 70 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ടോക്കൺ കിട്ടും ഒരാൾക്ക്. ആ ടോക്കൺ ഒരു കോയിൻ വലിപ്പത്തിലുള്ളത്. ആ കോയിൻ കൊണ്ടിട്ട് നമ്മൾ നമ്മുടെ സീറ്റിൽ പോയിരിക്കുക. സീറ്റിൽ പോയിരിക്കുമ്പോൾ അവർ ഇല ഇടുമ്പോൾ ആ ടോക്കൺ കൊടുക്കുക. ഊണിന് മാത്രമേ ടോക്കണുള്ളൂ അവിടെ, ബാക്കിയുള്ളതിനൊന്നും ടോക്കണില്ല. അപ്പോൾ ഇത്ര ഐറ്റംസ് ഉണ്ട്: ചോറ്, ഉപ്പേരി, അച്ചാർ, പപ്പടം, 2 ടൈപ്പ് വേറെ എന്തോ കറി, പിന്നെ മോര്, അതുപോലെ തന്നെ സംഭാരം, വെള്ളം, അങ്ങനെ പിന്നെ പായസം. അയ്യോ, പായസം മറന്നുപോയി, പായസം മസ്റ്റാണ്. സേമിയ പായസമാണ് കേട്ടോ. സേമിയ പായസം ഉണ്ട്, അതിലൊരു മണികളുണ്ട്. മണിപ്പായസം എന്ന് പറയാൻ ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ നല്ല ചൂടുവെള്ളം കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ്, അതായത് ഉണ്ണി ഉണ്ടായതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു ഊണ് കഴിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഉണ്ണീനെയും കൂട്ടിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ഊണ് കഴിക്കാൻ പോയി. കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല ഫുഡ് തന്നെയായിരുന്നു. അതുകൊണ്ടാണല്ലോ ഹോസ്പിറ്റലിലിരിക്കുമ്പോൾ ഇവിടെ നിന്ന് വാങ്ങിച്ചത്. പിന്നത്തെ ഒരു പ്രത്യേകത, പാഴ്സൽ വാങ്ങുമ്പോൾ രണ്ടാൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു ഊണ് വാങ്ങിച്ചാൽ മതി. 2 ആൾക്ക് സമൃദ്ധിയായി കഴിക്കാം. അപ്പം ഞാൻ എൻ്റെ അമ്മ ഹോസ്പിറ്റലിലായിരിക്കുമ്പോൾ ഒരു ഊണേ വാങ്ങുള്ളൂ. കാരണം ആദ്യത്തെ ദിവസമൊക്കെ പണി 2 വാങ്ങിയിട്ട് ഒരെണ്ണേ കഴിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ വെറുതെ വേസ്റ്റ് ചെയ്യണ്ട. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിക്കാമെന്ന് അവിടെ പോയിട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചോറും കറിയും വാങ്ങാം. പാഴ്സലിൽ ഒരുപാടുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി എന്തായാലും അവിടെ പോയിട്ട് കഴിക്കേണ്ട, പാഴ്സൽ വാങ്ങി. കാരണം അതിലാണല്ലോ കൂടുതൽ ഐറ്റംസ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഊണ് കഴിച്ച ഇല നമ്മൾ തന്നെ എടുക്കണം, അവർ എടുത്തുകൊണ്ട് പോവില്ല. നമ്മൾ തന്നെ ഇല എടുത്തിട്ട് ഡസ്റ്റ്ബിന്നിലിട്ടിട്ട് കൈ കഴുകിയിട്ട് പോരണം. അപ്പോൾ ഞങ്ങൾ ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട്, ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും തംബ്നെയിൽ കണ്ടതല്ലല്ലോ വീഡിയോയിൽ കണ്ടതെന്ന്. അത് വരാൻ പോകുന്നുള്ളൂ. ഫുഡൊക്കെ കഴിച്ച് വന്ന് വയറൊക്കെ നല്ല ഡമ്പായിട്ടുണ്ട്, ഇതിനൊരു സുഖമില്ല. അപ്പോൾ തുടക്കത്തിൽ തംബ്നെയിൽ കണ്ട കാര്യത്തിലോട്ടാണ് പോകുന്നത്. ഒരു കട തുടങ്ങാനുള്ള പരിപാടിയിലാണ് ഞങ്ങൾ. ആ കടയിലോട്ടുള്ള സ്റ്റോക്ക് ഇതാ ഈ റൂമിലാണ് ഇരിക്കുന്നത്. ഈ റൂം തുറന്നാൽ നിങ്ങൾക്ക് കാണാം. ഇതാണ് ഞങ്ങളുടെ കടയിലോട്ടുള്ള സ്റ്റോക്ക്. ആ അനങ്ങാതെ കിടക്കുന്നതൊക്കെയാണ് സ്റ്റോക്ക്. ആ അനങ്ങി കിടക്കുന്നത് സ്റ്റോക്കല്ല കേട്ടോ, അത് നിങ്ങൾക്ക് ആർക്കും തരുന്നതല്ല, ഞങ്ങളുടെ മാത്രമാണ്. ഈ ചുറ്റും കിടക്കുന്നതാണ് ഞങ്ങളുടെ സ്റ്റോക്ക്. കാരണം ഇനി വീട്ടിൽ വയ്ക്കാൻ സ്ഥലമില്ല. ഞങ്ങൾ വേറെ ഷെൽഫൊക്കെ പണിയാനായിട്ടുള്ള പ്ലാനിലാണ്. ഉണ്ണിയുടെ മാമോദീസ ജനിച്ചിട്ട് 35-ാമത്തെ ദിവസമായിരുന്നു. അന്നാണ് ഞങ്ങൾ ഈ പുറത്ത് പോയതും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനുള്ളിൽ കിട്ടിയിട്ടുള്ള ഡ്രസ്സുകളുടെ കളക്ഷൻസാണ്, ഡ്രസ്സുകളും ഗിഫ്റ്റുകളും, അതിൻ്റെ കളക്ഷൻസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൽ ഉണ്ണിക്ക് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇതിലൊരു 60-70ഓളം ഡ്രസ്സുകളുണ്ട്, കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ എപ്പോൾ ഇടുമെന്ന് എനിക്ക് ഒരു ഐഡിയയും ഇല്ല.
കാരണം ആകെ 2 പ്രാവശ്യം ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളൂ, 2 3 പ്രാവശ്യം പുറത്തിറങ്ങിയിട്ടുള്ളൂ. ഇതൊക്കെ ഇട്ട് തീരുമ്പോഴേക്കും ഉണ്ണി LKG UKG അല്ലെങ്കിൽ 1-ലൊക്കെ എത്തിയിട്ടുണ്ടായിരിക്കും. ഇനിയും ഉണ്ട് കളക്ഷൻസ്. ഇതിലിപ്പോൾ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത് മാത്രമേ ഞാൻ ആക്കിയിട്ടുള്ളൂ. ഇനിയും ഡിസ്പ്ലേ ചെയ്യാത്തതും ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതല്ലാതെ ഒരു ഷോപ്പ് ഇട്ടിട്ട് സെയിൽ ചെയ്യായിരിക്കും കൂടുതൽ ബെറ്റർ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ എവിടെ എന്ത് ചെയ്യുന്നുള്ള ഒരു ഐഡിയ ഇല്ല. ചിലതൊക്കെ ഉണ്ണിക്ക് ഇപ്പോഴേ ഇടാൻ പറ്റും, ചിലതൊക്കെ ഭയങ്കര വലുതാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ LKG UKGയിലേക്കൊക്കെ ചില ഡ്രസ്സുകളൊക്കെ LKG UKG ഒക്കെ ആകുമ്പോഴേക്കും ഇടാൻ പറ്റുകയെന്ന് തോന്നുന്നുണ്ട്. അപ്പം എന്തായാലും എല്ലാ ഡ്രസ്സുകളും ഒരുവിധം അല്ലാതെ ആയിട്ടുണ്ട് ഉണ്ണിക്ക്. ഇനി ഇതൊക്കെ എവിടെ വയ്ക്കുന്നത് എനിക്കൊരു ഐഡിയ ഇല്ല. ഡ്രസ്സ് കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണെന്ന് തോന്നുന്നുണ്ട്. ആൾ ഭയങ്കര തമാശയും ചിരിയും കളിയും കാര്യങ്ങളൊക്കെ. ഇടയിൽ കൂടെ ആൾക്ക് ഉറക്കവും വരുന്നുണ്ട് നൈസായിട്ട്. പക്ഷേ ഇന്ന് അത്ര വലിയ വാശിയും കളിയും അങ്ങനത്തെ ഒന്നുമില്ല. നല്ല കുട്ടിയായിട്ട് അടങ്ങി ഒതുങ്ങി കിടക്കുന്നുണ്ട്. ഡ്രസ്സൊക്കെ ഇത്ര അധികം കാണിച്ചു കൊടുത്തതുകൊണ്ടായിരിക്കും. എൻ്റെ എല്ലാം മോള് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ ഭയങ്കര ഡ്രസ്സ് ഭ്രാന്തത്തിയാണ്. എനിക്ക് എത്ര ഡ്രസ്സ് കിട്ടിയാലും മതിയാവില്ല. ഒരു 8 ഡ്രസ്സ് എടുത്ത് വന്നാലും 9ാമത്തെ കടയിൽ കയറി ഞാൻ ഡ്രസ്സ് എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു കട തുടങ്ങാനുള്ള ഒരു പ്ലാനിങ്ങിലാണ്. അല്ല ഉണ്ണിയെ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.